സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണിയെ സാഗറിൽ നിന്നും സുജാതയിൽ നിന്നും അകറ്റാനും അവിടെ സ്ഥാനമുണ്ടാക്കാനും വേണ്ടി പഠിച്ച പണി 18 നടത്തി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മാനസ. അവളുടെ ചതിയിൽ സാഗറും കുടുംബവും കമിഴ്ന്നടിച്ച് വീഴുമെന്ന് തന്നെ മാനസ കരുതുന്നു. അത്ര നല്ല പ്ലാനാണ് മാനസ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൺമണി ഒരു ശുദ്ധയും നല്ല മനസ്സും ആയതുകൊണ്ടുമാണ് കൺമണിയെ അത്ര പെട്ടെന്നൊക്കെ വിശ്വസിപ്പിക്കാൻ കഴിയുന്നത്. ഏതാണ്ടൊക്കെ കൃഷ്ണും അങ്ങനെ തന്നെയാണ്. അവരുടെ മനസ്സുകൾ രണ്ടും ഒരേപോലെ തന്നെയാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ അവർ തമ്മിൽ അടുത്തതും പിരിയാനാകാത്ത വിധമായതും. അത് ഈശ്വര നിയോഗം തന്നെയാണ്. പക്ഷെ മാനസയ്ക്ക് അതൊന്നും പ്രശ്നമല്ല. തൻ്റെ സ്വഭാവം കാരണമാണ് കൃഷ്ണനെ തനിക്ക് നഷ്ടപ്പെട്ടതും സാഗർ കുടുംബത്തിലേക്ക് ഒരിക്കലും കയറാൻ പോലും പറ്റാത്ത സ്ഥിതിയിലായത്. പക്ഷെ അതൊന്നും ചിന്തിക്കാനുള്ള മാനസിക വലിപ്പമോ പക്വതയോ ഒന്നും മാനസിക്കില്ല. അതാണല്ലോ താൻ ചെയ്യുന്നതാണ് ശരി, തൻ്റെ ശരികളായിരിക്കണം മറ്റുള്ളവരും ചിന്തിക്കുന്നത് എന്നൊക്കെ ഓർത്ത് മറ്റുള്ളവരെ വേദനിപ്പിക്കാനായിട്ട് നടക്കുന്നത്. ആൻറ്റിയമ്മയ്ക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും മാനസ ആ കുടുംബത്തിലേക്ക് തിരിച്ചെത്തണം എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. മാനസിക കൂട്ടിന് കൃഷാണെങ്കിൽ ഇക്കാര്യമൊക്കെ സാഗറിനോട് പറയുന്നുണ്ട്. മാനസയാണ് കൺമണിയെ രക്ഷിച്ചത് എന്ന കാര്യം കൂടി പറഞ്ഞ സാഗറിന് മാനസയെ ഒട്ടും വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നും എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ തോന്നുന്നില്ലേ എന്നും ചോദിക്കുന്നുണ്ട് സുജാതയോട്. അയാൾ ശരിക്കും മാനസയെ പഠിച്ചു കഴിഞ്ഞു. ആദ്യം വിശ്വസിച്ചില്ലെങ്കിലും സുജാത ചിലപ്പോൾ പിന്നീട് വിശ്വസിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ പഴയ സ്ഥാനം സുജാതയുടെ മനസ്സിൽ നേടിയെടുക്കുക എന്നുള്ളത് മാനസയ്ക്ക് അല്പം കഠിനം തന്നെയായിരിക്കും. സാഗർ കുറച്ച് കുശാഗ്ര ബുദ്ധിക്കാരനായതുകൊണ്ട് തന്നെയാണ് കേട്ടോ വിശ്വസിക്കാത്തത്. ആ സമയത്ത് പ്രശ്നമുണ്ടാക്കാൻ അങ്ങനെ ആരും വരാൻ ചാൻസ് ഇല്ല എന്ന് തന്നെ സാഗർ വിശ്വസിക്കുകയാണ്. പക്ഷേ ഫോട്ടോഷൂട്ട് നടന്ന സ്ഥലത്ത് അത് തീർത്തും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു എന്നുള്ള കാര്യം കൃഷ് അവിടെ പറയുന്നുണ്ട്. ഇവരുടെ സംസാരം ആൻറ്റിയമ്മ ഒളിച്ചു നിന്ന് കേൾക്കുകയും ചെയ്യുന്നു. അവർ മിക്കവാറും മാനസയെ വിളിച്ച കാര്യങ്ങൾ ചോദിക്കും. അങ്ങനെ മാനസ ഫോട്ടോഷൂട്ടിനിടയ്ക്ക് പ്രശ്നമുണ്ടാക്കിയവർക്ക് കാശ് കൊടുക്കുകയാണ്. ചോദിച്ചതിലും കൂടുതലുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ ആക്ട് ചെയ്താലും മാനസയുടെ കള്ളക്കളി പൊളിയാൻ തന്നെയാണ് സാധ്യത. ഇതവൾക്ക് അധികകാലം നീട്ടിക്കൊണ്ടു പോകാനൊന്നും പറ്റില്ല. വീണ്ടും മാനസ അടുത്ത പ്ലാൻ നടപ്പിലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനായിട്ട് അച്ഛന് പരിചയമുള്ള ഒരു പഴയ മെയിൽ വാർഡനില്ലേ എന്ന് ചോദിക്കുകയാണ്. മിക്കവാറും വരുണിനെ ബന്ധപ്പെടാനുള്ള വഴി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അയാളെ തിരക്കുന്നത്. വരുണുമായിട്ട് ചേർന്നിട്ടായിരിക്കും അടുത്ത ചതി മനസ്സ് നടപ്പിലാക്കാനായിട്ട് പോകുന്നത്. ഇതെല്ലാം കൂടി കൺമണിയുടെ നേർക്കാനിട വരുന്നത്. കൺമണിയാണെങ്കിൽ ഇതൊക്കെ എങ്ങനെ താങ്ങും എന്നറിയില്ല. വീട്ടിലുള്ള പ്രശ്നമാണെങ്കിൽ അതങ്ങനെ ഒരു വശത്ത്. മാനസ പ്ലാൻ പറയുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടായാലോ മോളെ എന്ന് ചോദിക്കുമ്പോൾ നോ പ്രോബ്ലം, എല്ലാം വെൽ പ്ലാൻഡ് ആണെന്ന് മാനസ പറയുന്നുണ്ട്. അങ്ങനെ ജയിലിൽ പോയി വരുണിനെ കാണാനായിട്ട് മാനസയോ ജയമോഹനെ തയ്യാറാകാണ്. ഇതൊന്നും അറിയാതെ കൺമണിയാണെങ്കിൽ അമ്മായിയോടും ഏട്ടത്തിമാരോടും ഗോകുലിനോടൊപ്പം വളരെ സന്തോഷവതിയായിട്ട് സമയം ചെലവിടാണ് ചെയ്യുന്നത്. അങ്ങനെ സൂപ്പർ കൺമണി സീരിയലിൻ്റെ വളരെ രസകരമായിട്ടുള്ള നിമിഷങ്ങളാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.